അല്ല ആര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ മന്ത്രിമാർക്ക് എത്ര പേർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിന് പുറത്ത് ക്യാമ്പയിന് പോകാൻ എത്ര മന്ത്രിമാർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മളിപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്ന ആളുകൾ കോൺഗ്രസിലെ UDF-ലെ നേതാക്കന്മാരൊക്കെ മോശക്കാരാണെന്നാണല്ലോ LDF-ന്റെ അഭിപ്രായം. LDF പ്രതിനിധി പറഞ്ഞത് കോൺഗ്രസിന് ഒരു സാധ്യതയും UDF-ന് ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സാധ്യതയും കൽപ്പിച്ച് കിട്ടിയിരിക്കുന്ന, എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അവരവകാശപ്പെടുന്ന 10 വർഷത്തെ ഭരണത്തിന്റെ തുടർഭരണത്തിന്റെ അഹങ്കാരവും അഹന്തയും പേറുന്ന എത്ര ആളുകൾ, എത്ര മന്ത്രിമാർ അവരുടെ പ്രവർത്തന നേട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് മറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ക്യാമ്പയിന് പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, എത്ര മന്ത്രിമാരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുന്ന മന്ത്രിമാരുണ്ട്? ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഗുണം, നമ്മൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ പോലും നാട്ടുകാരറിയുന്ന മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരു പോരായ്മയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ പല മന്ത്രിമാരെയും നാട്ടുകാർക്കറിയില്ല, അല്ലേ? ചിഞ്ചു റാണി എന്ന മന്ത്രിയെ കേരളം വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നത് ഒരു കുട്ടി ഷോക്കേറ്റ് സ്കൂളിൽ മരിച്ചപ്പോൾ തൊട്ടടുത്ത സമയത്ത് മറ്റേ സൂംബ ഡാൻസ് കളിക്കുകയും അങ്ങനെ ഉള്ള അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറയുന്നതിൻ്റെ വിവാദത്തിലാണ്. അവരൊരു മോശപ്പെട്ട വ്യക്തിയാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. പല മന്ത്രിമാരും ശ്രദ്ധയിൽ വരുന്നത് അത്തരത്തിലാണ്. അല്ലാതെ ഏതൊക്കെ പ്രൂവ് ചെയ്ത എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് പിണറായി വിജയൻ എന്ന ഒറ്റ ആളുടെ മാത്രം മുഖചിത്രം വെച്ചിട്ട് മുൻപെങ്ങുമില്ലാത്ത വിധം CPM LDF ഒരു ക്യാമ്പയിനിലേക്ക് പോയത്, അല്ലേ? ഈ മുൻപ് CPM-ന്റെ ചരിത്രത്തിൽ VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ EMS തൊട്ട് അച്യുതാനന്ദൻ വരെയുള്ള വിവിധ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടില്ലേ? അന്ന് ആ മുഖ്യമന്ത്രിമാരുടെയോ പ്രതിപക്ഷ നേതാക്കന്മാരുടെയോ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെയോ ഒരാളുടെ ചിത്രം വെച്ചിട്ട് LDF എപ്പോഴെങ്കിലും ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ 50 മീറ്ററിനും 100 മീറ്ററിനിടയിൽ പിണറായി വിജയന്റെ ഒറ്റ ചിത്രം വെച്ചിട്ടുള്ള ആയിരക്കണക്കിന് ഫ്ലെക്സുകൾ വെച്ചില്ലേ? ഇവർ പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം. ഈ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ഏതാ, മന്ത്രി ഏതാന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ വോട്ട് കിട്ടുന്ന ആൾ പിണറായി വിജയനാണ്, അല്ലേ? അദ്ദേഹം പാർട്ടി കോട്ടയിൽ എല്ലാ പ്രായപരിധി, ടേം വ്യവസ്ഥ ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കൊടുത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇവരെ എപ്പോഴെങ്കിലും CPM-ന് പണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ പറഞ്ഞ് ഇവർ കോൾമേർ കൊള്ളിപ്പിക്കും. ഇവർ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ചർച്ചയുണ്ട്. കഴിഞ്ഞ ദിവസം LDF-ന്റെ ഒരു പ്രതിനിധി പറഞ്ഞ് എല്ലാ ദിവസവും ഇവർ ചർച്ച ചെയ്യാറുണ്ടെന്നാ. അങ്ങനെ ഒരു ചർച്ചയിൽ എപ്പോഴെങ്കിലും പിണറായി വിജയൻ സർക്കാരിലെ പിണറായി വിജയൻ ഭരിക്കുന്ന മന്ത്രി ആ വകുപ്പുകളിലെ കുറിച്ചിട്ട് ഒരു ഓഡിറ്റിംഗ് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടില്ല. അവിടെയാണ് ഒരു ഒരാളുടെ ചിത്രം വെച്ചിട്ട് മത്സരിക്കുക, അല്ലേ? അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഏകാധിപത്യത്തിലേക്ക് പോകുന്നു. ഇവർ കോൺഗ്രസിനെ കുറിച്ച് UDF-നെ കുറിച്ച് പറയുന്ന ഒരേ ഒരു ആക്ഷേപം എന്താ? കോൺഗ്രസിൽ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു കുറവല്ല, അത് ഞങ്ങളുടെ ഒരു മെറിറ്റാ. ഞങ്ങളുടെ പാർട്ടിയിൽ അത്തരത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ള, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, കഴിവും പ്രാപ്തിയുമുള്ള ഒന്നിലധികം നേതാക്കന്മാരുണ്ട് എന്ന് പറയാനുള്ള അവസരമെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ. അപ്പുറത്ത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഒരു ഉത്തരവില്ല ഇവർക്ക്. പിണറായി വിജയൻ തന്നെയാണ് ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ഇലക്ഷന് ജയിച്ചിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുണ്ട് ഇവർക്ക്, ഇല്ലേ? VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിൽ CPM-കാർ നിരത്തിലിറങ്ങി സമരം ചെയ്തില്ലേ? സ്വന്തം പാർട്ടിയിലെ സഖാവിന് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സഖാക്കന്മാർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അവരാണ് കോൺഗ്രസിൽ ഒന്നിലധികം മുഖ്യമന്ത്രിമാരുടെ സ്ഥാനാർത്ഥികളുടെ പേര് വരുന്നു എന്ന് പറയുന്നത്. അത് ജനാധിപത്യത്തിന്റെ ഒരു ലക്ഷണമാണെന്ന് കരുതിയാൽ മതി. അതിനപ്പുറത്ത് അതിനൊരു മോശപ്പെട്ട കാര്യമുണ്ടോ? ഒന്നിലധികം ആളുകളുടെ പേര് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കോൺഗ്രസിനകത്തുണ്ട്, UDF-നകത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇനി ഘടകകക്ഷികൾ അഭിപ്രായം പറയുമെന്ന്. ഇവിടെ ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കും, ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം കേൾക്കും, പാർലമെന്ററി പാർട്ടിയിലെ അഭിപ്രായം കേൾക്കും, ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളുമായിട്ട് അതിനെ കൂടിയോജിപ്പിക്കും, എല്ലാ തരത്തിലും ചർച്ച നടത്തുന്നേ. അതായത് പിണറായി വിജയൻ ധർമ്മടത്തുന്ന ഒരു കച്ചിയിട്ട് കൊണ്ടുവന്ന് AKG സെന്ററിൽ വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ബാക്കി മന്ത്രിമാർ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവർ, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും മന്ത്രിസ്ഥാനം കൊടുക്കില്ല. അവർക്ക് ടേം വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തും, പ്രായ വ്യവസ്ഥ പറഞ്ഞ് മാറ്റി നിർത്തും. ഈ പരിപാടി ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഒരു മേന്മയായി കണ്ടാൽ മതി. അപ്പുറത്ത് അങ്ങനെ പറയാൻ പോലും ആർജവമുള്ള ഒരാളില്ല. 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു സർക്കാർ എല്ലാ PR വാർത്തകൾ കൊടുത്തിട്ടും, എല്ലാ പ്രചരണങ്ങൾ നടത്തിയിട്ടും, മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടും, അല്ലേ? എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, നിയമസഭ ഉപതെരഞ്ഞെടുപ്പൊക്കെ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത്? എപ്പോഴെങ്കിലും ഇവർക്ക് പറയാൻ തയ്യാറുണ്ടായോ? ആര്യ, ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും LDF-ന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടോ ഈ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പൊക്കെ ഇവരുടെ വിലയിരുത്തലാണെന്ന്?
ഞങ്ങൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞു ഞങ്ങളുടെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് ജയിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ വീണ്ടും പറയുന്നു, 4-ാം തീയതി വരുന്ന റിസൾട്ട് എന്ത് തരത്തിലുള്ളതായാലും അത് ഒന്നാമത് പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലാകുമ്പോൾ രണ്ടാമത് കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന UDF-ന്റെ കൂടി വിലയിരുത്തലാണ്. ഞങ്ങൾ പറയുക, ഞങ്ങൾ തോറ്റുപോയാൽ ഇനിയും പിണറായി വിജയൻ തുടർഭരണം കിട്ടിയാൽ അത് ഞങ്ങളുടെ കഴിവുകേടാണെന്ന് അംഗീകരിക്കാൻ മുൻകൂട്ടി തയ്യാറായി ഞങ്ങൾ സമ്മതിക്കുക. LDF-ന് അങ്ങനെ പറയാൻ പറ്റുമോ? 4-ാം തീയതി വരുന്ന റിസൾട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. തോറ്റുപോയാൽ അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും. പാർട്ടിയെ ഒരു കുടുംബത്തിന്റെ മാത്രം പടിക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടിവെച്ചതിന്റെ പാപഭാരമായിരിക്കും എന്ന് ഏറ്റുപറയാൻ ഇവർ തയ്യാറുണ്ടോ? മുൻപേ പറയണം. തോറ്റു കഴിഞ്ഞ് കഴിയുമ്പോൾ വോട്ട് ചെയ്യാത്ത മനുഷ്യർ ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, നായരാണ്, ഈഴവന്മാരാണ്, ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ MP ഗോവിന്ദൻ ചെയ്തതുപോലെ വോട്ട് ചെയ്യുന്ന മനുഷ്യരെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഈ രാജ്യത്തെ ഈ നാട്ടിലെ പൗരന്മാരാ. അവർ കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ച ജീവിതാനുഭവങ്ങളുടെ പേരില അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോയത്. ഞങ്ങൾക്ക് അതുകൊണ്ട് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങൾ അവരോടൊപ്പം നിന്ന് അവരുടെ പക്ഷത്ത് നിന്ന് ജനപക്ഷ സമരം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ഞങ്ങളുടെ വലിയ വിശ്വാസമാണ്. ഞങ്ങൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് പോരാട്ടം നയിച്ചത്. പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ നയപരിപാടികൾ മാത്രം എടുത്തു നോക്കിയാൽ സംഘപരിവാറിൻ്റെ നയപരിപാടികൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് BJP എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി ഇവർ CJP എന്നുള്ള നിലയിലാണ് പലതരത്തിലും ഇവരെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പിണറായി വിജയൻ്റെ സർക്കാരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ പറഞ്ഞു. അതിനപ്പുറത്ത് കൃത്യമായി ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും BJPക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് അത് പറയുന്ന സമയത്ത് പിണറായിയെക്കുറിച്ച് മിണ്ടരുതെന്ന് പറയാൻ പാടില്ല. എന്താണ് LDF-ന്റെ പ്രശ്നം? കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണോ? കോൺഗ്രസിന്റെ UDF-ന്റെ മുഖ്യമന്ത്രി ആരുമാകട്ടെ, കേരളത്തിലെ മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നതിന്റെ കാരണം ആരാ? 6 മാസം കുടിശ്ശികയായപ്പോൾ മനുഷ്യർ ആത്മഹത്യ ചെയ്തും പിച്ചച്ചട്ടി എടുത്തും സമരം ചെയ്തതും ആര് കാരണം കൊണ്ടാ? പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട്. ഇപ്പോഴും ക്ഷേമനിധി പെൻഷൻ കോടിക്കണക്കിന് രൂപ പെൻഡിങ് അല്ലേ? പെൻഷൻ അത് കൊടുക്കുന്നില്ലല്ലോ. അതിന്റെ ഉത്തരവാദി ആരാ? ഇപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു, വരുമാനം വർദ്ധിപ്പിച്ചു, ടാക്സ് കളക്ഷൻ വർദ്ധിപ്പിച്ചു, പൈസ ബാക്കിയുണ്ടെന്ന്. പിന്നെ എന്തിനാ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത്? ഈ കഴിഞ്ഞ മാർച്ചിൽ കേരളത്തിലെ കരാറുകാരുടെ 10,000-കണക്കിന് കോടി രൂപയുടെ ബില്ല് മാറിക്കൊടുക്കാത്ത സർക്കാരാണ് പറയുന്നത് ഖജനാവിൽ എന്തോ ബാക്കിയുണ്ടെന്ന്. ഖജനാവിൽ ബാക്കിയുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് എടുത്ത് കൊടുക്കണമെന്നേ. കരാറുകാർക്ക് കൊടുക്കണം, പെൻഷൻ പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം, ക്ഷേമനിധി കുടിശ്ശിക ഉള്ള ആളുകൾക്ക് കൊടുക്കണം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കൊടുക്കണം, സപ്ലൈകോടെ പർച്ചേസ് ബില്ലിന് ആ പൈസ കൊടുക്കണം, കുടിശ്ശിക കൊടുക്കണം, മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക കൊടുക്കണം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന മനുഷ്യർക്ക് കുടിശ്ശിക കൊടുക്കണം. കൊടുക്കണ്ടേ? ഇതൊന്നും ആശാ വർക്കർമാരെ പൈസ കൊടുത്തിരുന്നെങ്കിൽ അവർ 266 ദിവസം സമരം ചെയ്യുമായിരുന്നു. നിങ്ങളുടെ ഖജനാവിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. കാശ് ചോദിക്കുമ്പോൾ പറയുന്നു ഖജനാവിൽ ഒന്നുമില്ല, മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണമെന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്നത് LDF സർക്കാരിനെതിരാണ്. ഈ കേരളം ഭരിച്ചത് പിണറായി വിജയന്റെ LDF സർക്കാരല്ലേ? അപ്പൊ സർക്കാരിനെ കുറിച്ചല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പറയുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കല്ലേ എന്നേ. നരേന്ദ്രമോദിക്കെതിരെ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിണറായി വിജയനേക്കാൾ നന്നായി പറയുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് നിങ്ങൾ ഫ്ലെക്സ് അടിച്ചു വെച്ചപ്പോഴും കേരളത്തിലെ മനുഷ്യർ കോൺഗ്രസിനെയും UDF-നെയും തെരഞ്ഞെടുത്തത്. നിങ്ങൾ പറഞ്ഞ കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി മലപ്പുറം ജില്ലയല്ലാതെ മറ്റൊരിടത്തും കോൺഗ്രസ് ഇല്ല, UDF ഇല്ലെന്നാണ് അരുൺകുമാറിന്റെ നിരീക്ഷണം. ഗംഭീരമാണ്. നിങ്ങളിങ്ങനെ നിരീക്ഷിച്ചാണ് നിങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തോപ്പിച്ചത്. ഇനിയും ഈ നിരീക്ഷണം നടത്തണം. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് കോർപ്പറേഷൻ കിട്ടിയില്ലേ? കൊല്ലത്ത് കിട്ടിയില്ലേ? എറണാകുളത്ത് കോർപ്പറേഷൻ കിട്ടിയില്ലേ? മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ UDF അല്ലേ? UDF-ന്റെ തരംഗം ആഞ്ഞടിച്ചില്ലേ? അപ്പൊ കേരളത്തിലെ മനുഷ്യരെ നിങ്ങൾ ഒരു ജില്ലയിലേക്ക് മാത്രം കെട്ടല്ലേ? ഇവിടെ 3.5 കോടിയിലധികം മനുഷ്യരുണ്ട് 14 ജില്ലയിൽ. അപ്പൊ അത് നിങ്ങൾ കാണുന്നില്ല. അതാ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് അല്ല, നിങ്ങൾ തീവ്ര റൈറ്റ് വിങ് ആയിട്ട് മാറി. അതാണ് കുഴപ്പം. ഇനി അടുത്ത ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നു. നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോ. കൊച്ചി യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെ ആപ്ലിക്കേഷൻസ് തന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പറയുക. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടി അരുൺകുമാർ ഒന്ന് പറഞ്ഞേ. അതിന്റെ കാരണം എന്താ? അങ്ങനെ പോകുന്നവരെയാണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറഞ്ഞ വിദേശത്തെ പാത്രം കഴുകാൻ പോകുന്നവരെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. അവർ കേരളം ഭരിക്കുമ്പോൾ 1066 കോളേജിൽ പ്രിൻസിപ്പൽമാരില്ലാതെ വർഷങ്ങളോളം തള്ളി നീക്കിയ ലിസ്റ്റ്. 12 യൂണിവേഴ്സിറ്റിയിൽ BC-മാരില്ലാതെ തല്ലുണ്ടാക്കി സമയം കളഞ്ഞത്, കുട്ടികളുടെ ജീവിതം പന്താടിയത് അല്ലേ? അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന
ജയിക്കാത്ത പരീക്ഷ, ഡിഗ്രി ജയിക്കാത്ത എംകോമിന് അഡ്മിഷൻ എടുക്കുന്ന SFI നേതാക്കന്മാർ, വല്ലവരും വാഴക്കുല മോഷ്ടിക്കുമ്പോൾ PhD കിട്ടുന്ന SFI DYFI നേതാക്കന്മാർ, ഇതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ കുറെ പറയാണ്ട്, ഇതൊന്നും ഇനി പറയാൻ സൗകര്യമില്ലെന്നേ. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് മനസ്സിലായി, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, 4-ാം തീയതി വോട്ട് ഇടുമ്പോൾ ആ കാര്യം മനസ്സിലാവും. ഒരു കാര്യം കൂടി ചോദിക്കാം, ആരും ഒറ്റ കാര്യം 30 സെക്കൻഡിൽ പറഞ്ഞു തീർക്കാം. അരുൺ കുമാർ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ ഏതാ? കെ ഫോൺ ആണോ? ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഒരു CPM നേതാവും കെ ഫോണിന്റെ കണക്ഷൻ ഉപയോഗിക്കുന്നില്ല. കെ ഫോൺ എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ പുട്ടിന് വീട് എന്ന് പറയാൻ തള്ളിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 55,000 സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി. വയനാട്ടിൽ ഒരു 5ാം ക്ലാസ്സുകാരി ക്ലാസ് റൂമിന്റെ അകത്ത് പാമ്പടി ഏറ്റു മരിച്ചത്. നിങ്ങൾ ഈ തള്ളു നിർത്ത്. നിങ്ങളുടെ പാർട്ടി ഇനിയെങ്കിലും അവശേഷിക്കണേ, ഈ തള്ളു നിർത്ത്. നിങ്ങൾ സാധാരണ മനുഷ്യർ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഈ കള്ളം പറയാതിരുന്നൂടെ? ശരി, എന്തായാലും സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.